ബാക്കി വന്ന ചോറ് കൊണ്ട് ഇതുപോലൊരു സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കിയെടുത്താലോ? എങ്ങനെയാണെന്നല്ലേ? ആദ്യം തന്നെ വേണ്ടത് ചോറാണ്. ഞാനിവിടെ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഓയിലും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. കൂടുതൽ വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അല്പം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് ഇതേപോലെ നല്ല രീതിയിൽ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇനി അതിൻ്റെ അകത്തേക്ക് മൈദ ചേർത്ത് കൊടുക്കുക. മൈദ നമ്മൾ ചോറ് എത്രയാണോ എടുത്തത് അതിൻ്റെ ഡബിളായിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. ഇത് ഗോതമ്പ് പൊടി വെച്ചും ചെയ്യാം, പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് നമ്മൾ മൈദ വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെയാണ്. പിന്നെ ഇത് കുഴച്ചെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, നമ്മളെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിനനുസരിച്ച് മൈദപ്പൊടിയും ഓയിലും ചേർത്തിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. പിന്നെ ഇത് കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പൊറോട്ടയാണ്. ഞാനിത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. നമ്മൾ കുഴച്ച മാവ് 2 ബോളുകളായിട്ട് ഇതേപോലെ മുറിച്ചെടുത്ത് നല്ല രീതിക്ക് ഒന്ന് എടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഒരല്പം മൈദപ്പൊടി വിതറി കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം. നമുക്ക് വീശി അടിക്കുകയൊന്നും വേണ്ട. നമ്മൾ നോർമൽ പൊറോട്ട ഉണ്ടാക്കിയെടുക്കുന്ന അത്ര സമയമൊന്നും വേണ്ട. ഇനി റോള് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു കത്തി വെച്ചിട്ട് നമുക്ക് എത്രയാണോ വലുപ്പം വേണ്ടത് ആ ഒരു രീതിയിൽ ഇതേപോലെ മുറിച്ചെടുക്കാം. പിന്നെ നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുക. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ഒരു ലെയർ പോലെ വന്നിട്ടുണ്ട്. പെട്ടെന്നൊരു പൊറോട്ട കഴിക്കണമെന്നുള്ള ആഗ്രഹം വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ചോറ് അരക്കാൻ ഉപയോഗിച്ച ആ വെള്ളം മാത്രമേ ഉള്ളൂ. ആ ഒരു പേസ്റ്റിലാണ് നമ്മൾ മാവ് കുഴച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും. ഇനി ഇതിനെ ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന ആ ഒരു രീതിയിൽ. അധികം കട്ടിയാവാനും പാടില്ല, എന്നാൽ തീരെ നൈസാക്കിയിട്ട് എടുക്കാനും പാടില്ല. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. ഇനി ചൂടായ തവയിലോട്ട് ഇതിട്ട് കൊടുക്കാം. തീ ആദ്യം ഒന്ന് സിമ്മാക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പുറത്ത് അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് അതേപോലെ തന്നെ ഇതിലും അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നോർമൽ ഒരു പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഒരുപാട് സമയം വേണം. കാരണം മാവ് കുഴച്ചിട്ട് ഒരു 4-5 മണിക്കൂർ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം വീണ്ടും ഓരോരോ ബോളായിട്ട് ഉരുട്ടി വെക്കണം. പിന്നെ ഒരു 30 മിനിറ്റ്, അങ്ങനെ കുറേ പ്രൊസീജിയറില്ലേ. പക്ഷേ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ പൊറോട്ട എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇതിനെ എല്ലാം വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് ആവാനും ആ ലെയേഴ്സൊക്കെ ഒന്ന് വിട്ട് വരാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മളെ പൊറോട്ട എന്ന് പറയാൻ പറ്റില്ല, എന്താണിത് പേര് പറയുക, നമുക്കൊരു പുതിയ പേരിട്ട് കൊടുക്കാം. വല്ല ചൊറോട്ടാന്നോ ഒറോട്ടീന്നോ അങ്ങനെ എന്ത് വേണമെങ്കിൽ വിളിക്കാം. എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ.